മനുഷ്യനിർമ്മിതമായ മഹാസൗധങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. താജ്മഹൽ, കുത്തബ് മീനാർ, ചൈനയിലെ വൻമതിൽ, അങ്ങനെ എത്രയെത്ര നിർമ്മിതികൾ. സഞ്ചാര സാഹിത്യകാരനായ എസ്.കെ. പൊറ്റക്കാട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരമായ കുത്തബ് മീനാർ സന്ദർശിച്ചതിൻ്റെ സ്മരണകൾ പങ്കുവയ്ക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ. കുത്തബ് മീനാർ. ഡൽഹിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഞാൻ 2-3 തവണ കുത്തബ് മീനാർ സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. ആ മനോഹര ഗോപുരവും പരിസരവും മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയുന്നില്ല. ഒരു സൈക്കിൾ വാടകയ്ക്കെടുത്ത് ഡൽഹിയിലെ കുഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഉച്ചയോടുകൂടി ഞാൻ കുത്തബ് മീനാറിൽ ചെന്നു ചേരും. അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ചപ്പാത്തിയും കിഴങ്ങുകറിയും വാങ്ങിക്കഴിച്ച് മിനാറിൻ്റെ മുമ്പിലെ പൂങ്കാവനത്തിൽ കുറച്ചു നേരം വിശ്രമിച്ച് പിന്നെ ഗോപുരത്തിൻ്റെ പടവുകൾ കയറി ഒത്ത മുകളിൽ ചെന്നിരിക്കും. ആ ഇരുമ്പ് വേലിയുടെ ദണ്ഡും പിടിച്ചുകൊണ്ട് അകലെ ചുറ്റുപാടുമൊന്ന് കണ്ണോടിക്കുമ്പോൾ സ്വപ്നതുല്യമായ ഒരു കാഴ്ച ലഭിക്കും. ആൾപ്പാർപ്പില്ലാത്ത കുടിലിൻ്റെ മുറ്റത്ത് മഴക്കാലത്ത് നിറയെ ഞാഞ്ഞൂൽ പുറ്റുകൾ പൊന്തി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ആ പുറ്റുകൾ തവിട്ട് നിറത്തിലല്ല, പച്ച നിറത്തിലാണെന്ന് സങ്കല്പിക്കുക. ഏകദേശം അതുപോലുള്ളൊരു കാഴ്ചയാണ് മിനാറിൻ്റെ മുകളിൽ നിന്ന് നാം കാണുക. ആളുകൾ ചെറു പ്രാണികളാണെന്നേ തോന്നൂ. അവിടവിടെ കുത്തി വരച്ച പോലെ ചില രേഖകൾ കാണുന്നത് നടക്കാവുകളുടെ നടുവിലൂടെ പോകുന്ന രാജപാതകളാണ്. അകലെ വെയിലിൽ വെള്ളിയരഞ്ഞാൻ പോലെ വെട്ടിത്തിളങ്ങുന്നത് യമുനാ നദിയാണ്. 15 നാഴിക ദൂരെ കിടക്കുന്ന വൈസ്രോയി മന്ദിരത്തിൻ്റെയും അസംബ്ലി കെട്ടിടങ്ങളുടെയും കൂറ്റൻ കുംഭഗോപുരങ്ങൾ മണ്ണപ്പം ഉണ്ടാക്കി വച്ചതുപോലെ കാണാനുണ്ട്. എല്ലാറ്റിനും മീതെ ഭൂതകാലത്തിൻ്റെ നിശബ്ദത. താഴത്തെ ഭൗമമായ യാതൊരു ശബ്ദതരംഗവും ഈ ഉത്തുംഗ ഗോപുരത്തിൻ്റെ തലയിൽ കടക്കുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരമായ കുത്തബ് മീനാർ ഡൽഹി നഗരത്തിൽ നിന്ന് 15 മൈൽ അകലെ നിലകൊള്ളുന്നു. ഇരുവശത്തും വേപ്പുമരങ്ങൾ തഴച്ചു വളർന്ന് തണൽ പതിഞ്ഞ് വൃത്തിയും വീതിയുമുള്ള നിരത്ത്. ജനവിരളമായ ഗ്രാമങ്ങളെയും പാഴായിക്കിടക്കുന്ന സമതലങ്ങളെയും പഴയ രാജകീയ സ്മരണകളെയും മുറിച്ചു കടന്ന് കുത്തബ് മീനാറിൽ ചെന്നുമുട്ടുന്നു. ഡൽഹി വിട്ട് കുറച്ചു ദൂരം ചെല്ലുമ്പോൾ തന്നെ ആകാശത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരാശ്ചര്യ ചിഹ്നം പോലെ കുത്തബ് മീനാറിൻ്റെ ഗോപുര ശൃംഗം കണ്ടു തുടങ്ങും. അടുത്ത് ചെല്ലുന്തോറും ഗോപുരത്തിൻ്റെ ഓരോ തട്ടും വേർതിരിച്ച് കാണാൻ കഴിയും. വിശാലമായ ഒരു പൂന്തോട്ടം കുത്തബ് മീനാറിൻ്റെ മുറ്റത്തെ അലങ്കരിക്കുന്നു. മലർശയ്യകളെ കൊണ്ടും വള്ളിക്കുടിലുകളെ കൊണ്ടും ചൊട്ടികുത്തിയ പച്ച പുൽത്തകിടികൾ, ജലധാരയന്ത്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഗോപുരത്തിനകത്തേക്കുള്ള പ്രവേശന ദ്വാരത്തിൻ്റെ മുകളിലും ഭിത്തികളിലും ഖുർആൻ വാക്യങ്ങൾ കൊത്തിവച്ചിരിക്കുന്നു. ഗോപുരത്തിൻ്റെ ശരിയായ ഉയരം 242 അടി 1 അങ്കുലമാണ്. മുകളിൽ കയറി എത്തുക എന്നത് പ്രയാസം കുറഞ്ഞ കാര്യമല്ല. ബിരിയാണിയുടെ ആകൃതിയിൽ ചുറ്റിക്കൊണ്ടുള്ള പടവുകളാണ് ആകെ 379 പടവുകൾ. മേൽപോട്ട് ചെല്ലുന്തോറും പടവുകളുടെ വീതി ചുരുങ്ങിത്തുടങ്ങും. ഉള്ളിലേക്ക് കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് ഗോപുര ഭിത്തിയിൽ ഇടയ്ക്കിടെ ചെറിയ ജാലകങ്ങളുണ്ട്. പക്ഷേ കുറെ മുകളിലേക്ക് ചെല്ലുമ്പോൾ വെളിച്ചം കിട്ടാതെ ചുറ്റിരുട്ടിൽ ഇടുങ്ങിയ കൽപ്പടവുകളിൽ തപ്പിത്തടഞ്ഞ് കയറേണ്ടതായി വരും. മുകളിൽ നിന്നിറങ്ങി വരുന്ന സന്ദർശകന്മാരുമായി കൂട്ടിമുട്ടി പോകാതിരിക്കാൻ ഒച്ചയനക്കിക്കൊണ്ടിരിക്കണം. നേരിയ ശബ്ദം മതി, പ്രതിധ്വനി ഭയങ്കരമായിരിക്കും. പടവുകൾ കയറി ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കാൻ ഇടയ്ക്ക് ഓരോ തട്ട് കാണും. ചുറ്റുവൃത്താകൃതിയിലുള്ള ഭ്രാന്തയോട് കൂടിയ ഇങ്ങനത്തെ 5 കക്ഷ്യങ്ങളുണ്ട്. ചുവട്ടിൽ വലിയ വ്യാസത്തോട് കൂടിയതാണെങ്കിലും മുകളിലേക്ക് ചെല്ലുന്തോറും കൂർത്തു വരുന്ന ഈ ഗോപുരത്തിൻ്റെ ഒടുവിലത്തെ കക്ഷ്യ ഏറ്റവും ഇടുങ്ങിയതാണ്. തളർച്ച മാറ്റാൻ ഒരു 10 മിനിറ്റ് സമയം ആ തറയിൽ തന്നെ ഇരുന്നു പോകും. ക്രിസ്താബ്ദം 1206 കുത്തബ്ദീൻ ഐബക്ക് എന്ന ചക്രവർത്തിയാണ് ഈ ഗോപുരത്തിൻ്റെ പ്രവൃത്തി തുടങ്ങിവെച്ചത്. 1210 ഷംസുദ്ദീൻ അൽതാമിഷ് ചക്രവർത്തി അതിൻ്റെ പണി പൂർത്തിയാക്കി. വിശ്വവിഖ്യാതമായ ഈ ഗോപുരം സന്ദർശിക്കുവാൻ ദിവസേന വരുന്ന നൂറുകണക്കായ ജനങ്ങളുടെ പ്രവാഹം ഇതിൻ്റെ പരിസരത്തിൽ
ഒരു ചെറിയ അങ്ങാടിയെ വളർത്തിയിട്ടുണ്ട്. ഒഴിവു ദിവസങ്ങളിൽ ഗോപുരത്തിന് ചുറ്റുമുള്ള മനോഹരമായ പാർക്ക് ഡൽഹിയിൽ നിന്നും മറ്റും വിനോദയാത്രയ്ക്ക് വരുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കും. കുത്തബ് മീനാർ ഒരിക്കൽ സന്ദർശിച്ച ഒരാൾക്ക് അവിടുത്തെ കാഴ്ചകൾ മറക്കാൻ കഴിയുന്നതല്ല. ഏറ്റവും ഉയർന്ന ഒരു ഗോപുരം സന്ദർശിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത്, ഏറ്റവും ശാന്തവും ചരിത്ര സ്മരണകൾ ഉയർത്തുന്നതുമായ ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ കടന്നിരുന്ന് പല പുത്തൻ സ്വപ്നങ്ങൾ കാണുക കൂടിയാണ്. എസ്.കെ. പൊറ്റക്കാട്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കുകയും ആ കാഴ്ചകൾ നമുക്ക് അക്ഷരങ്ങളിലൂടെ പകർന്നു തരികയും ചെയ്ത സഞ്ചാര സാഹിത്യകാരൻ. 1913 മാർച്ച് 14 ജനിച്ചു. പ്രധാന നോവലുകൾ: മൂടുപടം, വിഷകന്യക, പ്രേമശിക്ഷ, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, യാത്രാവിവരണങ്ങളായ ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, നൈൽ ഡയറി, കെയ്റോ കത്തുകൾ, കഥകൾ ആയിട്ടുള്ള രാജമല്ലി, പുള്ളിമാൻ, നിശാഗന്ധി, മേഘമാല തുടങ്ങിയവ. കവിതാ സമാഹാരങ്ങളാണ് പ്രേമശില്പി, സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്നിവ. ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1982 ആഗസ്റ്റ് 6 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. കുത്തബ് മീനാറിന്റെ മുകളിൽ നിന്നുമുള്ള സ്വപ്നതുല്യമായ കാഴ്ചകൾ എന്തൊക്കെയാണ്? ചെറു പ്രാണികൾ പോലെ ആളുകൾ, കുത്തിവരച്ച രേഖകൾ പോലെ രാജപാതകൾ, വെള്ളി അരഞ്ഞാൻ പോലെ വെട്ടിത്തിളങ്ങുന്ന യമുനാ നദി, മണ്ണപ്പം ഉണ്ടാക്കി വെച്ചതുപോലെ വൈസ്രോയി മന്ദിരത്തിന്റെയും അസംബ്ലി കെട്ടിടങ്ങളുടെയും ഗോപുരങ്ങൾ. കുത്തബ് മിനാറിന്റെ മുകൾ ഭാഗത്തേക്ക് കയറുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ എന്തെല്ലാം? കുത്തബ് മീനാറിന്റെ മുകളിലേക്ക് കയറാൻ ആകെ 379 പടവുകളാണ് ഉള്ളത്. മേൽപോട്ട് ചെല്ലും തോറും പടവുകൾക്ക് വീതി കുറവാണ്. കുറെ മുകളിലേക്ക് ചെല്ലുമ്പോൾ വെളിച്ചമില്ലാത്ത ഇരുട്ടിൽ ഇടുങ്ങിയ ഈ കൽപ്പടവുകളിൽ തപ്പിത്തടയേണ്ടി വരും. മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സന്ദർശകരുമായി പലപ്പോഴും കൂട്ടിമുട്ടുന്ന സന്ദർഭമുണ്ടാവും. ഇതെല്ലാമാണ് മുകളിലേക്ക് കയറുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ. കുത്തബ് മീനാർ സന്ദർശിക്കാൻ വരുന്ന ഒരാൾ ഏറ്റവും ഉയരം കൂടിയ ഒരു ഗോപുരം സന്ദർശിക്കാൻ മാത്രമല്ല ചെയ്യുന്നത്. ലേഖകൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണമെന്താണ്? കുത്തബ് മീനാർ സന്ദർശിക്കാൻ വരുന്ന ആൾ ഒരിക്കലും ആ അനുഭവം മറക്കില്ല. ഏറ്റവും ശാന്തവും ചരിത്ര സ്മരണകൾ ഉണർത്തുന്നതുമായ ഒരു ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ കടന്നിരുന്ന് സ്വപ്നങ്ങൾ കാണാനുള്ള സന്ദർഭം കൂടിയാണ് കുത്തബ് മീനാർ സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്നത്. പാഠപുസ്തകത്തിലെ അർത്ഥം കണ്ടെത്താം എന്ന പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം. കുഗ്രാമം, പരിഷ്കാരം തീരെ ഇല്ലാത്ത നാട്ടിൻപുറം. സ്മരണ, ഓർമ്മ. കക്ഷ്യ, തട്ട്. വ്രാന്ത, വരാന്ത. പൂങ്കാവനം, പൂന്തോട്ടം. ശൃംഗം, മുകളറ്റം. വിരളം, അപൂർവം. അബ്ദം, കൊല്ലം അല്ലെങ്കിൽ വർഷം. ഭൗമം, ഭൂമിയെ സംബന്ധിച്ച. ശയ്യ, കിടക്ക. ധാര, ഒഴുക്ക്. വിശ്വവിഖ്യാതം, ലോകപ്രസിദ്ധമായ. ഉത്തുംഗം, ഉയർന്നത്. പ്രാന്തം, അതിർത്തി. പ്രതിധ്വനി, മാറ്റുലി. അടുത്ത പ്രവർത്തനം പ്രയോഗഭംഗി കണ്ടെത്താം. അകലെ വെയിലിൽ വെള്ളി അരഞ്ഞാൻ പോലെ വെട്ടിത്തിളങ്ങുന്നത് യമുനാ നദിയാണ്. യമുനാ നദിയെ വെള്ളി അരഞ്ഞാൻ പോലെ എന്ന് വിശേഷിപ്പിക്കാൻ കാരണമെന്താണ്? ഒഴുകുന്ന പുഴ വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളി അരഞ്ഞാൻ പോലെ തോന്നുന്നത് കൊണ്ടാണ് ലേഖകൻ ഇങ്ങനെ വിശേഷിപ്പിച്ചത്.